നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭിണിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പീരീഡ് മിസ്സാവുക, പീരീഡിന്റെ ഡേറ്റ് മിസ്സാവുക എന്നുള്ളതാണ്. പക്ഷെ ഇതല്ലാതെയും ചില ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ലക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാ ഗർഭിണികൾക്കും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ല. ചിലർക്ക് ചില ലക്ഷണങ്ങൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും നേരത്തെ പ്രഗ്നൻസി കൺഫേം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം, ഒരേ കുട്ടി തന്നെ പല തവണ ഗർഭിണിയാവുമ്പോൾ ഈ ലക്ഷണങ്ങൾ വ്യത്യാസം വരാം. ചിലപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിലുള്ള ലക്ഷണങ്ങൾ ആയിരിക്കില്ല രണ്ടാമത്തെ തവണ പ്രഗ്നൻസി ആവുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഗർഭകാലത്തെ ലക്ഷണങ്ങളാണ് നമ്മൾ പൊതുവെ തുടക്ക സമയത്ത് കാണുന്നത്. അപ്പൊ അതില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പീരീഡ് മിസ്സാവുക എന്ന് പറയുന്നത്. അപ്പൊ പീരീഡ് മിസ്സാവുക എന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി ഒരു 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന ഒരാൾക്കാണെങ്കിൽ 28 കഴിഞ്ഞ് 29ാമത്തെ ദിവസമായി പീരീഡ് വരുന്നില്ല, അതിനെയാണ് നമ്മൾ പീരീഡ് മിസ്സാവുക എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ വരുന്നത്. ചിലർക്ക് 1.5 മാസം കൂടുമ്പോൾ പീരീഡ് ആവുന്നവരുണ്ട്, ചിലർക്ക് 2 മാസം കൂടുമ്പോൾ പീരീഡ് ആവുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടേതായ സൈക്കിൾ നോക്കുക, അതിനനുസരിച്ച് വേണം പീരീഡ് മിസ്സായോ ഇല്ലയോ, അതായത് അവരെ പ്രതീക്ഷിക്കുന്ന ഡേറ്റ്, അതായത് അവർക്ക് യൂഷ്വലി പീരീഡ് വരുന്ന ഇപ്പൊ 2 മാസം കൂടുമ്പോഴാണെങ്കിൽ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടും പീരീഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കൺഫേം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെ കൺഫേം ചെയ്യേണ്ടത്? 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ചിലര് പ്രഗ്നൻസി വേണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നേരത്തെ ഇതുപോലെ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് മെഡിസിൻസ് എടുക്കാനും ഒരു ഹെൽത്തി പ്രഗ്നൻസിയിലോട്ട് പോകാനും ഒക്കെ ഒരു സാധ്യത കൂടുതലാണ്. ഇനി ഇപ്പോ പ്രഗ്നൻസി വേണ്ട എന്ന് വിചാരിക്കുന്ന കാറ്റഗറിയിലുള്ളവരാണ് മറ്റൊരു വിഭാഗം കപ്പിൾസ്. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ആണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ഉടനെ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അബോർഷൻ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം പ്രഗ്നൻസി വളരുന്നതിനനുസരിച്ച് നമുക്ക് അബോർഷൻ ചെയ്യാനുള്ള, അതായത് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമ്മൾ പറയും, അതിനനുസരിച്ച് അബോർഷൻ ചെയ്യാനുള്ള റിസ്ക്കും കൂടിയാ വരുന്നത്. അപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പീരീഡ് മിസ്സാവുന്നത് മാത്രമല്ല ലക്ഷണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാം? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഓക്കാനം, ഛർദി, അങ്ങനെ ഉള്ള ലക്ഷണങ്ങളാണ്. അപ്പൊ അത് ചിലപ്പോൾ പീരീഡ്സ് മിസ്സാവുന്നതിന് മുന്നേ തന്നെ വരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓക്കാനോ ഛർദിയൊക്കെ ഗർഭകാലത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗർഭകാലത്ത് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഹോർമോൺസിന്റെ ഇഫക്റ്റിലാണ് നമുക്ക് ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഗർഭകാലത്ത് ഉണ്ടാവുന്നത്. അതിലൊന്നാണ് ഈ ഓക്കാനോ ഛർദിയൊക്കെ. അപ്പൊ ഓക്കാനോ ഛർദി പോലെ തന്നെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ക്ഷീണം, ഭയങ്കരമായിട്ട് തളർച്ച, ഭയങ്കരമായിട്ട് ഉറക്കം വരിക. അപ്പൊ ഇതൊക്കെ കോമൺലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഒരു റെസ്റ്റ് അമ്മയ്ക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ പ്രകൃതിയുടെ തന്നെ ഒരു മെക്കാനിസം ആണ്. കാരണം ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിലാണ് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് തളർച്ച, ക്ഷീണം. അപ്പൊ ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ ഒത്തിരി വെയിറ്റ് എടുക്കുന്ന ജോലികളോ അല്ലെങ്കിൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് ഇനിഷ്യൽ പീരീഡിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗർഭം അലസിപ്പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ പൊതുവെ ഗർഭകാലത്ത് ഉണ്ടാവുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരിക എന്ന് പറയുന്നത്. അപ്പൊ പലരും ഇതുപോലെ ക്ഷീണമാണ്, തളർച്ചയാണ്, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നു, യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, എന്തായാലും പ്രഗ്നൻസിയും ആവാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പൊ പ്രഗ്നൻസി ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേനും പലപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരാറുണ്ട്. അവർ വിചാരിക്കുന്ന ഈ പറയുന്ന പോലെ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഭയങ്കര തളർച്ച, ക്ഷീണം, ഇൻഫെക്ഷൻ ഉള്ള പോലത്തെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഗർഭകാലത്തിന്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കാം. അതുപോലെ തന്നെയാണ് ഫുഡിനോടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത്. അതായത് സ്ഥിരമായിട്ട് ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ആഹാരങ്ങൾ ഉണ്ടാവും, അത് ചിലപ്പോൾ പിടിക്കാതെ വരിക, ചില സ്മെല്ല് പിടിക്കാതെ വരിക. പക്ഷെ തിരിച്ച് സംഭവിക്കാം. അതായത് ചില ഇതുവരെയും നമുക്ക് കഴിക്കാൻ താല്പര്യം ഇല്ലാതിരുന്ന ചില പ്രത്യേക ആഹാരത്തിനോട് കൂടുതൽ താല്പര്യം തോന്നുക, നമ്മൾ ക്രേവിങ്സ് പൈക്കാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസും ഈ പറയുന്ന പോലുള്ള ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഗർഭകാലത്ത് ഉണ്ടാകുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ശരീരത്തിന്റെ ചൂട് കൂടുക എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പനി, തളർച്ച എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ
ഇതുപോലെ പീരീഡ്സിന്റെ ഡേറ്റ് ചോദിക്കുമ്പോൾ ജസ്റ്റ് മിസ്സായിട്ട് 1-2 ദിവസമായി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ശരീരത്തിന്റെ ഈ ചൂട് കൂടുന്നതും ഇതുപോലെ തന്നെ ഹോർമോൺസിന്റെ എഫക്റ്റ് കൊണ്ടാണ്. ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണമാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്, മാസ്റ്റാൾജിയ എന്ന് നമ്മൾ പറയാം. അപ്പം മാറിടത്തില് വേദന അല്ലെങ്കിൽ കുത്തുന്ന പോലത്തെ സെൻസേഷൻ. അപ്പൊ ആ രീതിയിൽ നമ്മൾ വരുമ്പോൾ ഇതുപോലെ പീരീഡ്സ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് മിസ് ആയതേ ഉള്ളൂ അല്ലെങ്കിൽ മിസ്സാവുന്ന ഡേറ്റിനോട് അടുത്തിരിക്കുന്നു, അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ ഹോർമോൺസിന്റെ ബ്രസ്റ്റിലുള്ള ഇഫക്റ്റ് ആണ്. പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ഉണ്ടാവും. മിൽക്ക് സെക്രീഷന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് തയ്യാറെടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊരു ബ്രസ്റ്റിന്റെ പെയിൻ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതും പക്ഷെ ചില സമയത്ത് ഗുരുതരമായേക്കാവുന്നതുമായിട്ടുള്ള 2 ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് യൂട്രൈൻ ക്രാംസ് നമ്മൾ പറയും. യൂട്രൈൻ ക്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിന്റെ സമയത്ത് ഉള്ളതുപോലെ നമുക്ക് വയറുവേദന ഉണ്ടാവുന്നതാണ്. പക്ഷെ അത്ര ഒരു ഇന്റൻസിറ്റിയിലായിരിക്കത്തില്ല. ചിലപ്പോൾ ചെറിയ രീതിയിൽ കൊളുത്തി വലിക്കുന്ന പോലത്തെയൊക്കെ ചെറിയ പെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള വേദനയാണെങ്കിൽ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പക്ഷേ ഒത്തിരി കടുത്ത വേദന വരികയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ തലകറക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് അലസിപ്പോകുന്നതിന്റെ ലക്ഷണം, അല്ലെങ്കിൽ ട്യൂബിലുള്ള പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണവും ആവാം. ഈ വയറുവേദനയുടെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ലക്ഷണമാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു നോർമൽ പ്രഗ്നൻസിയിലും ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒത്തിരി ഇപ്പൊ ഒരു പീരിയഡ്സ് പോലെ 1-2 പാഡിന്റെ ബ്ലീഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്പോട്ടിംഗ് പോലത്തെ ബ്ലീഡിംഗ് വരും. അത് യൂഷ്വലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ നമ്മുടെ പ്രോബബിൾ പീരീഡ്സ് വരേണ്ടത്, എന്നാണോ നമുക്ക് നോർമലി പീരീഡ് വരാനുള്ള ഡേറ്റ്, ആ ഡേറ്റിന്റെ ദിവസമോ അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയായിരിക്കും ചെറിയ സ്പോട്ടിംഗ് പോലെ വരുന്നത്. അതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ശരിക്കും ഒരു നോർമൽ പ്രഗ്നൻസിയുടെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ അത് തന്നെ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീരീഡ്സ് പോലെ വരികയോ ശക്തിയായിട്ടുള്ള വയറുവേദനയോട് കൂടി ബ്ലീഡിംഗ് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അബോർഷൻ ആവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ട്യൂബിലുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണമോ ഒക്കെ ആവാം. അപ്പൊ ചെറിയ രീതിയിലുള്ള വേദനയും ചെറിയ രീതിയിലുള്ള സ്പോട്ടിങ്ങും ഒക്കെ നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. പക്ഷെ മെന്റലി കൂടി കുറച്ചൊരു ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡ് ആണ് ഈ ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭകാലത്തിന്റെ തുടക്ക സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക, അങ്ങനെയുള്ള മൂഡ് ചേഞ്ചസും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുപോലെ പീരീഡ്സ് മിസ്സാവുന്ന സമയത്ത് മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ ഈ പെട്ടെന്നുള്ള ഇറിറ്റേഷനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺലി നമ്മൾ പീരീഡ് മിസ്സാവുന്നത് അല്ലാതെ ഗർഭകാലത്ത് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരാത്ത ഒരാളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ. പിന്നെ സ്റ്റിൽ അത് നെഗറ്റീവ് ആണ്, ഇപ്പോ നമ്മുടെ നോർമൽ പീരീഡ്സിന്റെ സമയത്ത് പീരീഡ് ആവുന്നില്ല, ഇതുപോലെയുള്ള കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഒരു ആഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് നമുക്ക് കാർഡ് ടെസ്റ്റ് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് രക്തപരിശോധന ചെയ്യാം. β-HCG എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 90-97% എങ്കിലും നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്കാനിങ് ചെയ്ത് നോക്കി സ്കാനിൽ ഉള്ള പ്രഗ്നൻസി വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഈ കാർഡ് ടെസ്റ്റ് ആയിക്കോട്ടെ ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ ശരീരത്തിൽ എവിടെയോ പ്രഗ്നൻസി ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അത് യൂട്രസിനകത്താണെന്നും നോർമൽ ആണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ സ്കാൻ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോമൺലി ഗർഭകാലത്ത് കാണുന്ന ലക്ഷണങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി അല്ല എന്ന് ഉറപ്പാക്കുക. കാരണം മറ്റനേകം കാരണങ്ങൾ കൊണ്ട് പീരീഡ്സ് മിസ്സാവാം. PCOD കൊണ്ടോ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ, ചിലപ്പോൾ ചെറിയ അണുബാധകൾ, അല്ലെങ്കിൽ ക്ലൈമറ്റിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നു, അല്ലെങ്കിൽ എക്സസൈസ് പാറ്റേണിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തില്ല പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പീരീഡ്സ് മിസ്സാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റിൽ നിങ്ങൾ പ്രഗ്നൻസി എന്തായാലും ആദ്യമേ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി കൺഫേം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
വിമൻസ് ഹെൽത്ത്, അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.